സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ അടക്കം ഞാൻ എൻ്റെ ചാനലിൽ ഇത് മൂന്നാമത്തെ വീഡിയോ ആയിരിക്കണം ആനകളെ കുറിച്ച് പറയുന്നത്. ആനകളും നാട്ടുകാരും തമ്മിലുള്ള ബന്ധമില്ലായ്മയെ കുറിച്ച് പറയുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ, ആന ഒരു ടാമഡ് ആനിമലാണ്. നമുക്കൊരിക്കലും ഇണക്കി വളർത്താൻ സാധിക്കാത്ത ഒരു ആനിമലാണ് ആന. അതൊന്ന് മനസ്സിലാക്കിയാൽ നന്നു എൻ്റെ പ്രിയപ്പെട്ട ഈ ആന പ്രേമികൾ. അപാരമായിട്ട് നമ്മൾ വളർത്തുന്ന ആനകൾ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരു മൃഗങ്ങളായിരുന്നെങ്കിൽ ഇന്നലെ കൂറ്റനാട് സംഭവിക്കില്ലായിരുന്നു. ആ ആനയുടെ പാപ്പാനെയാണ് തട്ടിയിട്ട് കാലുകൊണ്ട് അമർത്തിപ്പിടിച്ച് നെഞ്ചിലേക്ക് തൻ്റെ ആ ഒരു കൊമ്പ് ആഴ്ത്തിയത്. ആ പാപ്പാനുമായിട്ട് അപാരമായിട്ടുള്ള സ്നേഹബന്ധമുള്ള ഒരു ആനയായിരുന്നെങ്കിൽ, ഇണങ്ങുന്ന ഒരു മൃഗമാണ് ആനയായിരുന്നെങ്കിൽ ഒരിക്കലും അത് ചെയ്യില്ലായിരുന്നു. ആക്രമിക്കണം എന്നുള്ള തോന്നല് തൻ്റെ യജമാനനല്ലാത്ത വേറെ ആരെങ്കിലും പിടിച്ച് ആക്രമിക്കാമായിരുന്നു. രണ്ടാമത്, ആനയുടെ പുറത്ത് കയറിയിരിക്കുന്ന ഒരു ബോധവും വിവരമില്ലാത്ത മനുഷ്യരെ കുറിച്ചിട്ടാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തിൻ്റെ പുറകിലായാലും ഈ ആനയുടെ പുറത്ത് കയറുന്നത് നിങ്ങൾ പൈസ കൊടുത്തിട്ട് മരണം വാങ്ങിക്കുന്നതിന് തുല്യമാണ്. ഒരു സംശയമില്ല, ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. തിരൂരൊക്കെ ആനപ്പുറത്ത് കയറാൻ വേണ്ടി ലേലം വിളിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അതുപോലെയാണ്, പൈസ കൊടുത്ത് മരണം വാങ്ങിക്കുന്ന പോലെയാണ്. അതിലത്തെ ഒരു പയ്യൻ അവസാന സമയം അതിലേക്ക് വീണ് നിലത്ത് കെടുക്കുന്ന കണ്ടു. അവന്റെ അവസ്ഥ എന്താണെന്നോ ഇപ്പൊ അവൻ ഏത് അവസ്ഥയിലൊന്നും ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ അതിനെ പറ്റിയിട്ട് ഒന്നും പരാമർശിക്കുന്നില്ല. പക്ഷേ അത്തരത്തിൽ ആനപ്പുറത്ത് കയറിയിട്ട് ആഘോഷിക്കുന്ന, തങ്ങളുടെ ഈ യൗവന കാലഘട്ടം മരണത്തിന്റെ മേലെ കയറിന്നിട്ട് ആഘോഷിക്കുന്ന ആൾക്കാരോട് എനിക്ക് നല്ല നമസ്കാരം പറയാനേ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നും പറയില്ല. കാരണം എത്ര കൊണ്ടിട്ട് മനസ്സിലാവാത്തൊരു മനുഷ്യരാണല്ലോ, മൃഗമാണല്ലോ മനുഷ്യൻ എന്നൊക്കെ എനിക്ക് പറയാൻ തോന്നുകയാണ്. ഞാൻ ഇനി കാണിച്ചു തരുന്നത് കുറച്ച് തള്ളലുകളാണ്. സത്യം പറയാലോ, തള്ളലുകളാണ്. ഈ തള്ളലുകളൊക്കെ കണ്ടിട്ട് ആന അപാരമായിട്ടുള്ള സ്നേഹമുള്ളൊരു ജീവിയാണ്. മനുഷ്യരുടെ പ്രശ്നങ്ങളുകൊണ്ടാണ് ആന ആകെ എന്താ പറയുക ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോ ആന കൊന്നു കളഞ്ഞാൽ തന്നെ, മനുഷ്യരെ കൊന്നു കളഞ്ഞാൽ തന്നെ അതിന്റെ അടിയിൽ കുട്ടിക്കുറുമ്പ് കാണിച്ചു, വികൃതി കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് കമന്റ് എഴുതുന്ന മൃഗോദരന്മാർ ഒരുപാടുണ്ട്. അറുനാറികൾ എങ്ങനെ പറയേണ്ടി വരും. എന്തായാലും ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്ന വീഡിയോസുകളല്ലോ ഇത് കാണാം. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത വീഡിയോസുകൾ ഇതിലുണ്ട്, ഞാൻ മുന്നേ തന്നെ പറയുന്നു. പക്ഷെ ഈ വീഡിയോ നിങ്ങൾ കാണണം. തള്ളലുകളാണ്. ആന ഇടയ അല്ലെങ്കിൽ വിരലുക അല്ലെങ്കിൽ അപ്പൊ ഈ ലക്ഷണം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആനയുടെ നേരെ മുമ്പ് കയറി എന്ന് ചേരണം. അതിന്റെ ഫ്രണ്ട് 2-3 അടി അടിക്കണം. ഒന്നുമില്ലേ വടിയില്ലേ, കൈ കൊണ്ട് അടിക്കണം. ആന അവിടെ ഇത് ആരെ കൊണ്ട് പറ്റും? ഒരാനക്കാരൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആന വരണ്ടു തുടങ്ങി. അവൻ ഉടനെ ആനയുടെ കൊമ്പ പിടിച്ച് ആനയുടെ മുമ്പിലേക്ക് കയറി അങ്ങ് നിന്നു. ഇല്ല, ആന അവിടെ ഉണ്ടോ? എന്താണ് തള്ളല്? ആന വരണ്ടു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആനയുടെ മുമ്പിൽ കയറി നിൽക്കണം. എന്റെ പൊന്നു സുഹൃത്തെ, ആന ഇപ്പൊ ചെയ്തത് എന്താ? നമ്മുടെ ഈ നാട്ടില് ആ ഒരു പാപ്പാനെ പിടിച്ച് മുമ്പിലേക്ക് ഇട്ട് ചവിട്ട് ചെയ്ത്. അപ്പൊ ആന ആക്രമിക്കാൻ വരുന്ന സമയത്ത് ആനയുടെ മുമ്പിൽ കയറി നിൽക്കണം. പറ്റുമെങ്കിൽ കൈ കൊണ്ട് നിലത്തടിക്കണം, അല്ലെങ്കിൽ നിലത്ത് എന്തെങ്കിലും വടിയോ മറ്റോ ഉപയോഗിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ ആന നിൽക്കുന്നു. ഇത് ഏത് മൊയന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തെ മൊയന്തെന്ന് വിളിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം അത്രയ്ക്കധികം ആന എന്ന് പറയുന്ന ആ കാട്ടുമൃഗത്തെ പറ്റിയിട്ട് ലേശം ബോധമില്ലല്ലോ എന്നുള്ളതാണ്. ഇതാ ഞാൻ പറഞ്ഞ തള്ളലുകളാണ് സുഹൃത്തെ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഇതിന്റെ മുമ്പിലേക്ക് കയറി നിൽക്കരുത്. ഒരു തള്ളൽ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് ഇങ്ങനെയാണ്, ഒന്ന് കേട്ടു നോക്കൂ. രാമന്റെ സ്വഭാവത്തിൽ ഏറ്റവും പ്രത്യേകത ഭഗവാനെ കയറാൻ നേരത്ത് കൈ കൊമ്പ് നിലത്ത് കുത്തില്ല. തുമ്പി കൈയിലാണ് കൈ കുത്തു. തുമ്പി ഇങ്ങനെ വെച്ചിട്ട് അതിലാണ് കൊമ്പ് കുത്തോളൂ. അവന്റെ തുമ്പിയിലെ കുത്തോളൂ. കൈ ഒരിക്കലും നിലത്ത് കുത്തില്ല. അതുപോലെ വേറെ ആനയൊന്നും ഇല്ല. അതായത് ഈ ഭഗവാനെ കയറ്റുന്ന നേരത്തെ വെച്ച് കഴിഞ്ഞാല് ആനകളുടെ മേത്താണ് തിടമ്പേറ്റുന്നത്. ദൈവമാണല്ലോ അതിന്റെ മേലെ കയറിയിരിക്കുന്നത്. ദൈവങ്ങളൊക്കെ മുന്നേ പറഞ്ഞ മാതിരിയാണ്, ഞാൻ ആനപ്പുറത്തെ നടക്കൂ എന്നൊക്കെ ദൈവങ്ങളൊക്കെ പണ്ടം കണ്ട് എഴുതി വെച്ച മാതിരിയാണ്. അല്ലെങ്കിൽ ആരൊക്കെ സ്വപ്നത്തില് പറഞ്ഞിട്ടുണ്ട് താനും ദൈവങ്ങൾക്ക് ഈ ആനയുടെ പുറത്ത് കയറി കഴിഞ്ഞാൽ തൃപ്തിയാവുള്ളൂ എന്ന്. എന്ത് ചെയ്യും? കാട്ടിൽ വസിക്കേണ്ട ഒരു പാവമൃഗത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് അതിഭീകരമായി പീഡനമുറകളൊക്കെ ഏൽപ്പിച്ച് ഭയപ്പെടുത്തി നടത്തുകയാണ്. അത് കിലോമീറ്ററോളം നടക്കുന്ന ആനയെ വണ്ടിയുടെ മേലെ കൊണ്ടുപോവുക. ആളുകളൊക്കെ പറയുന്നത് ഭയങ്കര സംരക്ഷണമാണ്, വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്, AC ഒക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചില ആനകൾക്കല്ല. എന്ത് ചെയ്യും? അപ്പോ ഇപ്പൊ പറഞ്ഞ എന്താ, ഈ തിടമ്പേറ്റുന്ന സമയത്ത് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കണം. പഠിപ്പിക്കുന്നതാണ് കേട്ടോ.
ആനപ്പുറത്ത് ഏൽപ്പിക്കുന്ന സമയത്ത് അതങ്ങനെ പഠിപ്പിക്കുന്ന ആനനെ. അങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ കൊമ്പ് ഒരിക്കലും നിലത്ത് കുത്തില്ല. തുമ്പിക്കൈ വെച്ചിട്ട് ഒരിക്കലും കൊമ്പ് കുത്തില്ല. അത് ഇങ്ങനത്തെ ഒരൊറ്റ ആനയുള്ളൂ എന്നാ പറയുന്നത്. എന്നിട്ട് വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. അതിന് കൊമ്പ് നിലത്ത് കുത്തുന്നില്ല എന്നുള്ളൂ. ഈ പറയുന്ന ഈ ആൾക്കാരെ നെഞ്ചത്ത് കൊണ്ടുപോയിട്ട് ആന കുത്തുന്നുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ട് ഇതിനൊക്കെ എതിരെ ഒരു സ്വമേധയ ഒരു കേസും കൂട്ടമായിട്ട് എന്താ നടക്കത്തെന്ന നോക്കൂ. പൂരം തുടങ്ങിയ നാള് മുതൽ നമ്മുടെ നാട്ടില് എല്ലാ പൂരത്തിനും എല്ലാ നേർച്ചകൾക്കും ആന ഇടഞ്ഞിട്ടുണ്ട്. തിരൂരില് ഒരു മനുഷ്യൻ മരിച്ചു. ഇപ്പോഴതാ ഇന്നലെ ഒരു ചങ്ങാതി കുറെ നേരം ആനപ്പുറത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. ആ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഈ ഇടതുവശത്ത് നിൽക്കുന്ന ഈ ആന ഇടയും എന്നെന്ന് കാണിച്ചു നിൽക്കുന്ന ആ ഭാഗത്ത് നിൽക്കുന്ന ആന ഇടയും ആന ഇങ്ങനെ തിരിയുന്നുണ്ട്, വട്ടം തിരിയുന്നുണ്ട്. അപ്പോഴേ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കണം ചുറ്റും കൂടി നിൽക്കുന്ന നാട്ടുകാർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ അത് മനസ്സിലാക്കാതെ അവിടെ നിൽക്കുകയാണ്. ഇതിനൊപ്പം നിങ്ങൾ കാണേണ്ടത് ഈ ആൾക്കൂട്ടത്തിൽ ഒരു ചെറിയ 2 വയസ്സോ 1 വയസ്സുള്ള ഒരു കുട്ടിയെയും ഏറ്റിട്ട് ഒരു വൃത്തികെട്ടവൻ നിൽക്കുന്നുണ്ട്. ഈ ആനയുടെ മുമ്പിലൊക്കെ ഈ ആ ഒരു പ്രായത്തിലെ കുട്ടിക്ക് എന്തറിയാനാ? നോക്കൂ, ഇനി നമ്മൾ കാണാൻ പോകുന്ന ആനയുടെ ഇടച്ചിലാണ്. ഇനി ആക്രമണമാണ് ആനയുടെ. ആ സമയത്ത് ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പായാണ്. ആ കുട്ടിയെയും കൊണ്ട് ആ ചെങ്ങാതി എങ്ങോട്ടാണ് പാഞ്ഞെന്ന് എനിക്കൊരു പിടുത്തമില്ല. നോക്കൂ, ഇനി അങ്ങനെ കുട്ടികള്, സ്ത്രീകള് വീഡിയോ എടുക്കാനും മറ്റുമില്ല ഒരു കാട്ടുമൃഗത്തെ കൊണ്ടുവന്നിട്ട് ആഘോഷിച്ചിരിക്കുന്ന ആനപ്പതിന്റെ സ്വഭാവം കാണിക്കുന്ന പൊന്തിച്ച് തൊട്ടുമുമ്പുള്ള ആൾക്കാരെ എടുത്തിട്ട് ഭാഗ്യത്തെ അയാൾക്കൊന്നും സംഭവിച്ചില്ല. ആ കുട്ടിയെയും കൊണ്ട് ആ ചെങ്ങാതി എങ്ങോട്ട് പാഞ്ഞു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ആന പായാണ് കേട്ടോ. തൊട്ടു മുമ്പുള്ള മറ്റു ആനയെ ആക്രമിക്കുന്നു. അപ്പോൾ ആ തടമ്പ് വിടാൻ പറ്റില്ല. അത് ഭയങ്കര സംഭവമാണല്ലോ. ആ 2 ആനകൾ പായാണ്. ഇത് ഇപ്പൊ പുതുതായിട്ട് നടന്നല്ലോ കേട്ടോ. കഴിഞ്ഞ വർഷം കണ്ട് നടന്ന ഒരു സംഭവമാണത്. ഞാൻ ഈ സംഗതികളൊക്കെ പറയും. പിന്നെ വേറെ ഒരുത്തൻ ഇന്നലെ കുറെ നേരം ആനയുടെ പുറത്ത് തന്നെ ആയിരുന്നു. ഏതൊരു ഇവിടെ ക്ഷേത്രത്തിൽ ആ അമ്പുയാണത്രേ. ഇന്നലെ ആനയുടെ പുറത്ത് തന്നെ ആയിരുന്നു. പുറത്തേക്ക് നിന്ന് താത്തിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം എന്താ? ഇതിനെ കൊണ്ട് നടക്കുക. എന്ത് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ? ചിരി വരും ചില സമയത്ത് കണ്ടു കഴിഞ്ഞാൽ. ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. ജീവൻ വേണമെങ്കിൽ ഈ ആനപ്പുറത്ത് കയറിയിട്ടുള്ള ഈ അഭ്യാസം നിർത്തുക. പാപ്പന്മാരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ആ പാവങ്ങളുടെ തൊഴിലാണത്. ഈ ആനച്ചോറ് കൊലച്ചോറ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണെന്നൊക്കെ നമ്മൾ ദിവസം തോറും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ലത് ഈ ഒരു കോലാഹലം, ഈ ഒരു വൃത്തികെട്ട പരിപാടി, ആന എഴുന്നള്ളിക്കുക, ആനയെ പള്ളിപ്പരുത്തിന് കൊണ്ടുപോകുക, ആനയെ നേർച്ച കൊണ്ടുപോകുന്ന പറയുന്ന വൃത്തികെട്ട പരിപാടി നിർത്തിയാൽ തന്നെ കുറെ കൊലപാതകങ്ങൾ ഈ നാട്ടിൽ നോക്കി. എത്ര പേരാ മരിക്കുന്നത്? എത്ര പേർക്ക് അംഗവൈകല്യങ്ങൾ സംഭവിക്കുന്നുണ്ട്? എത്ര പേർക്ക് അപകടം സംഭവിക്കുന്നുണ്ട്? എത്ര പേർക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നുണ്ട്? ഇതൊന്നും കണക്കിലെടുക്കാതെ വീണ്ടും വീണ്ടും നിർബാധം ഈ ആനകളൊക്കെ ഈ ആൾക്കാരെ തിക്കും തിരക്കിലെയും ശബ്ദത്തിലെയും കൊണ്ടുവരുന്ന ഈ പരിപാടി നിർത്തിയില്ലെങ്കിൽ ഇത് ഇനിയും മരണം സംഭവിച്ചുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പ്രഡിക്ഷൻ പോലെ പറയുകയാണ്. ഇപ്പൊ ഈ ഉത്സവകാലം തുടങ്ങി സംഭവിച്ച ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ആന അടഞ്ഞിട്ടുണ്ട്. എന്റെ പ്രഡിക്ഷൻ പോലെ പറയാണ്, ഇനിയും ഒരുപാട് ഉത്സവങ്ങൾ നടക്കാനുണ്ട്. അവിടെ ഒക്കെ മിക്കവാറും ഈ ആനടയും. കാരണം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും താങ്ങാൻ പറ്റുന്ന ജീവിയല്ല ആന. ഇത്രയധികം ശബ്ദങ്ങളൊന്നും കേൾക്കാൻ കഴിയുന്നൊരു ജീവിയല്ല ആന. അതൊരു ഇണക്കി വളർത്താവുന്ന മൃഗമല്ല. നിങ്ങൾ ശങ്കരാന്നും അപ്പുവെന്നും കുട്ടിശങ്കരാന്നും കേശവാന്നും മണികണ്ഠാന്നും വിളിച്ചാലൊന്നും ഇണങ്ങി നമ്മുടെ മടി വന്ന് കെടുക്കുന്ന ഒരു പാവം പട്ടിയൊന്നുമല്ല ആന. മനസ്സിലാക്കിയാൽ നന്ന്. നിങ്ങളെ ജീവൻ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അല്ലെങ്കിൽ ആ കാട്ടുമൃഗം ചവച്ചരച്ച് കാണുന്നത് നമ്മൾ കാണേണ്ടി വരും. ബൈ.